അരനൂറ്റാണ്ടോളം കേരളത്തിലെ സിനിമാ തിയേറ്ററുകളിൽ തമിഴ് സിനിമകൾ എത്തിച്ച ഗായത്രി ഫിലിംസ് ഉടമയുടെ കുടുംബം കടക്കണിയെ തുടർന്ന ദുരിതത്തിൽ. പാലക്കാട് സ്വദേശിയായ ധനവും കുടുംബവുമാണ് പാലക്കാട്ട് വാടക വീട്ടിൽ ദുരിതം പേറി കഴിയുന്നത്. ആയിരത്തി 1974 പുറത്തിറങ്ങിയ രജനികാന്ത് കേന്ദ്ര കഥാപാത്രമായ 1000 ജന്മങ്ങൾ കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിച്ചുകൊണ്ടായിരുന്നു ഗായത്രി ഫിലിംസിന്റെ അരങ്ങേറ്റം. പാലക്കാട് താരേക്കാട് സ്വദേശികളായ സുബ്രഹ്മണ്യവും ഭാര്യ ധനവുമായിരുന്നു വിതരണക്കാർ. 2018 വിജയ് സേതുപതിയുടെ സംഘത്തമിഴനായിരുന്നു ഗായത്രി ഫിലിംസ് അവസാനമായി കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിച്ച ചിത്രം. ഇതിനിടെ ബിസിനസ് പങ്കാളിയായി എത്തിയ സുഹൃത്ത് കോടികൾ വെട്ടിച്ചു മുങ്ങിയതോടെയാണ് കുടുംബം കടക്കണിയിലായത്. ധനത്തിന്റെ മകൻ അജയകുമാറും കരുണ ഫിലിംസ് എന്ന പേരിൽ വിതരണ കമ്പനി നടത്തിയിരുന്നു. പലയിടത്തായി 5 വീടുകളുണ്ടായിരുന്നു ഈ കുടുംബത്തിന്. ഇപ്പോൾ താരേക്കാട് ചെറിയൊരു വീട്ടിൽ വാടകയ്ക്ക് കഴിയുന്നു. അജയകുമാറിന്റെ ഭാര്യ സുജയയുടെ 2 വൃക്കകളും തകരാറിലായെങ്കിലും ചികിത്സിക്കാൻ പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കുടുംബം. അയാൾ തമിഴ്നാട്ടുകാരനാണ്. അയാൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തു. എല്ലാ ഭാഗത്തും പൈസ വാങ്ങിച്ചു കൊടുത്തു. ഒരു ദിവസം രാത്രി നമ്മളടുത്ത് തന്നെ പറയാണ്ട് നമുക്കൊന്നും കൊടുക്കാണ്ട് അയാൾ മുങ്ങി. പിന്നെ അസോസിയേഷനിലൊക്കെ പോയപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും ലെറ്റർ ഉണ്ടോ ചോദിക്കും. ഒരു ലെറ്ററും ഇല്ല. ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ചെയ്തത്. അത് നമ്മളെ ഒരുപാട് നഷ്ടപ്പെടുത്തി. നമ്മുടെ കുടുംബം വഴിയാധാറാക്കിയിട്ട് പോയി. 40 ലക്ഷത്തോളം രൂപ ഇപ്പോൾ കടമുണ്ട്. കുടുംബത്തിനോട് പിണങ്ങി സുബ്രഹ്മണ്യം ഇപ്പോൾ തമിഴ്നാട്ടിലാണ് താമസം. ധനവും മകനും മരുമകളും ചെറുമകളുമാണ് പാലക്കാടുള്ളത്. പേരക്കുട്ടിയുടെ പഠനത്തിന് പോലും പണമില്ലാത്തതിന്റെ ദുഃഖം ധനത്തിന്റെ മുഖത്ത് നിഴലിക്കുന്നുണ്ട്. ദൈനംദിന ആവശ്യങ്ങൾക്ക് പണമില്ലാതെ ലോട്ടറി വിൽപ്പന നടത്തിയും ഇഡ്ഡലി കച്ചവടം നടത്തിയുമൊക്കെയാണ് അജയകുമാർ കുടുംബത്തെ സംരക്ഷിക്കുന്നത്. ഉദാരമതികളുടെ സഹായമുണ്ടെങ്കിൽ മരുമകളുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെങ്കിലും നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ ഈ കുടുംബം. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്.